ഇന്നിപ്പോൾ ഒരു 3/4 കിലോ 1.5 കിലോ ഉണ്ട് ചൂര. പക്ഷെ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞു വരുമ്പോൾ ഒരു 3/4 കിലോ ഉണ്ട്. 3/4 കിലോ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് ഇപ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള ഇടാം. ഇത് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം സവോള. അപ്പോൾ ഉപ്പ് ചെല്ലുമ്പോൾ വേഗം സവോള വഴങ്ങുന്നുണ്ടാവും. ഇപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സവോള ഇട്ടു, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ പൊടി ചതച്ചതാണിത്. പിന്നെ തക്കാളി, കുടപ്പുളി, വേപ്പില, മല്ലിയില, പിന്നെ പൊടികൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതാണ് പൊടികൾ. സാമ്പാർ അപ്പോൾ ഒരു പകുതി വഴങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില അതിടാം. ഒരു 3/4 കിലോ എനിക്ക് ഒരു 3 പച്ചമുളക് ഇട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുണ്ട്, ഒരു കുട വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ വേപ്പില കുറച്ച് അതിൽ കിടന്നിട്ട് വഴന്നു വരട്ടെ. അതിങ്ങനെ ഒരു ടേസ്റ്റ് രൂപത്തിൽ ഒരു ഭയങ്കര ടേസ്റ്റ് അല്ല, എന്നാലും അതിനൊക്കെ ഒരു കൊഴുപ്പുണ്ടാവും കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ പാലൊന്നും നാളികേരപ്പാൽ ആവശ്യം ചേർക്കുന്നില്ല. നല്ല പറ്റിച്ച് വയ്ക്കുന്ന കറിയാണ്. അപ്പോൾ ചാറ് നല്ല കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂണുള്ള കുരുമുളക്, മുളക് ഞാൻ ചേർക്കുന്നുണ്ട്, പിന്നെ ഉലുവപ്പൊടി അതൊരു 1/4 ടീസ്പൂണുള്ള. അപ്പോൾ അതൊക്കെ കൂടി ചേർക്കാം. ഉലുവ അധികം ഇടരുത്, കാരണം അതിന് കയ്പ്പ് വരും കറി. അപ്പോൾ ഒരു മണത്തിന് നമ്മളുള്ളതാണ്. ചേർത്തിട്ട് പച്ചമുളക് പോണ വരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റായിട്ടില്ല, പറ്റിച്ചൊരു മീൻ കറി വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് കുറച്ച് വെച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ നന്നായി കറിയായി വന്നു. ഇപ്പം ഞാൻ അതിലേക്ക് കുടപ്പുളി ഒഴിക്കാൻ പോകുന്നു. തക്കാളി ഒഴി വന്നുണ്ട്, വേപ്പില ഇട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം. നല്ല കുറുതായിട്ട് ഇതിലേക്ക് തിളച്ച് വരണം. അതൊരു കടി വാ
കുടപ്പുളിയായി വന്നപ്പോൾ ഞാൻ ചൂര മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അത് നന്നായി പറ്റിച്ച് വരണം, ചാറ് തീരെ പാടില്ല. ഓക്കെ, ഇങ്ങനെ നേരത്തെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തപ്പോൾ അത് ഉപ്പൊക്കെ പാകാണ്. പക്ഷെ നന്നായി ചാറൊന്ന് നന്നായി വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുറന്നാണ് ഉപ്പൊക്കെ നോക്കിയപ്പോൾ വളരെ പാകണം. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള കറി. അപ്പോൾ ഒന്നുകൂടി പറ്റിച്ചിട്ട് നമുക്ക് നോക്കാം. ചൂര മീൻ ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് മല്ലിയല്ലി ചേർത്തുണ്ട്. ചാറ് കണ്ട ഇത്ര നല്ല കുറുതായി ചാറ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.